ദേ ഈ ഒരു ദൃശ്യം നോക്കിയേ. കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കെടുത്ത പരിപാടിയിൽ മൈക്കിന്റെ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. ആ മൈക്ക് പ്രശ്നത്തെ അദ്ദേഹം മൈക്ക് വെക്കുന്ന സ്റ്റാൻഡ് വലിച്ചെടുക്കുന്ന ഒരു ദൃശ്യമാണ്. നിങ്ങൾ ഇതെവിടെയെങ്കിലും ഒരു വാർത്തയായിട്ട് കണ്ടോ? ആ മൈക്ക് ചെറിയ തകരാറുണ്ടായിരുന്നു. ആ തകരാറിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ടോ? കണ്ടില്ലല്ലോ. ദൃശ്യം നോക്കിയേ. സുരേഷ് ഗോപി സന്ദർശിക്കുകയാണ്. എല്ലാവരും നിശബ്ദരായിരിക്കുക. എല്ലാവരും നിശബ്ദരായിരിക്കുക. കണ്ടല്ലോ. ഇനി ഇതേ സ്ഥാനത്ത് പിണറായി വിജയനെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. മൈക്കിന്റെ സ്റ്റാൻഡ് ഇതുപോലെ വലിച്ചെടുക്കുകയാണ്. മൈക്ക് ഇതുപോലെ തകരാറാവുകയാണ്. നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ലൈവായിട്ട് വേണമെങ്കിൽ ഇത് കണ്ടേനെ. സുരേഷ് ഗോപി ആയതുകൊണ്ടും സവർണ തമ്പുരാൻ ആയതുകൊണ്ടും അതൊക്കെ സാധാരണമാണ്. ഒരാൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ മൈക്കൊക്കെ തകരാറാകും, സ്വാഭാവികമല്ലേ? അതെന്താ പ്രശ്നം? പക്ഷേ ചിലത് പ്രശ്നമായി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടും. അതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് മൈക്ക് തകരാറുമായി ബന്ധപ്പെട്ട് നിരന്തരം അതിനി മനഃപൂർവ്വം തകരാറാക്കി വാർത്തയ്ക്ക് വേണ്ടി പരിശ്രമിച്ചതാണോ എന്നൊക്കെ തെളിയേണ്ടതാണ്. പക്ഷേ നമുക്ക് അങ്ങനെ സംശയിക്കാവുന്ന തരത്തിൽ പലയിടങ്ങളിൽ സംഭവിച്ചു. അങ്ങനെ മനഃപൂർവ്വം തകരാറുണ്ടാക്കി അതൊരു വാർത്ത സൃഷ്ടിച്ചതാണെന്ന് സംശയിക്കാവുന്ന പല ഉദാഹരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടങ്ങളിൽ ഒന്നും പിണറായി ഒരിക്കലും പ്രകോപനത്തോടെ അതിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും മനോരമ മൈക്ക് തകരാറായതിന്റെ ഭാഗമായി മൈക്ക് ശരിയാക്കാൻ വന്ന ഒരാളെ രൂക്ഷമായി നോക്കി എന്ന രീതിയിൽ അദ്ദേഹം സാധാരണ രീതിയിൽ ഒരാളെ നോക്കിയപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച ചരിത്രമുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ചെയ്തപ്പോൾ അതിൽ സ്റ്റിൽ ഫോട്ടോ എടുക്കണ്ട, മൈക്കിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നത് ഫോട്ടോയാക്കി വാർത്തയാക്കണ്ട, എന്തോരം പ്രിവിലേജാണ് നമ്മുടെ നാട്ടിൽ ചില മനുഷ്യർക്ക് കിട്ടുന്നതെന്ന്. ജനിക്കുന്ന ജാതിയാണ് പ്രശ്നം. ആ ജാതിയിൽ ജനിച്ചാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ നാട്ടിൽ സാധാരണമാണ്. ജാതിയിൽ കുറഞ്ഞ അധികാര കേന്ദ്രങ്ങളിൽ എത്തിയോ നിങ്ങൾ ചെയ്യുന്നത് സകലതും കുറ്റവുമാണ്. അതിനെ കുറ്റമാക്കി മാറ്റാൻ ഇവിടെ സവർണ ജാതിയിലെ തന്നെ ചില വിവാദ സൃഷ്ടിപ്പുകാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി മറ്റൊരാളെ ഇകഴ്ത്താൻ വാർത്ത സൃഷ്ടിപ്പെന്ന പേരിൽ കൃത്രിമമായി വിവാദങ്ങൾ ഉണ്ടാക്കാൻ. അത് പിണറായിയുടെ കാര്യത്തിൽ വിവാദമാവുകയും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അത് നിശബ്ദമായി സർവ്വസാധാരണമായി പോകുമ്പോൾ ചിന്തിച്ചു നോക്കുക. പിണറായിയുടെ പരിപാടിയിൽ മൈക്ക് തടസ്സപ്പെട്ടാൽ അത് മൈക്കിന് പോലും കലിപ്പാണ്. സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ മൈക്ക് തടസ്സപ്പെട്ടാൽ അത് സ്വാഭാവികമല്ലേ? മൈക്കല്ലേ, അതിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടാകും. എന്തോരം വേർതിരിവും എന്തോരം മനോഭാവവും എന്ന് ആലോചിച്ച് നോക്കി. ജാതി നമ്മുടെ ഇടയിൽ ഒളിഞ്ഞു കളിക്കുന്ന ഓരോരോ രീതികളെ